18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കേരളം ചെറു രാജ്യങ്ങളുടെ ഒരു ശേഖരമായിരുന്നു. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് ഭീഷണിയായി മലബാറിലെ നിരവധി ചെറിയ രാജ്യങ്ങൾ മാർത്താണ്ഡവർമ്മ കീഴടക്കി. മാർത്താണ്ഡവർമ്മയ്ക്കും അദ്ദേഹത്തിന്റെ സാമന്തന്മാർക്കും ഡച്ചുകാർ കീഴടക്കിയ സംസ്ഥാനങ്ങളുമായി നേരത്തെ ഉണ്ടാക്കിയ കരാറുകൾ പാലിക്കുന്നതിൽ വലിയ താൽപര്യമില്ലായിരുന്നു എന്നതാണ് കാരണം. ശ്രീലങ്കയിലുള്ള ഡച്ച് ഗവർണറായ ഗുസ്താഫ് ഇംഹോഫ് കൊച്ചി സന്ദർശിച്ച് മലബാറിലെ ഡച്ച് വ്യാപാരം സംരക്ഷിക്കാൻ സൈനിക നടപടിക്ക് ശുപാർശ ചെയ്തു. സംഘർഷം ഒഴിവാക്കാനുള്ള അവസാന ശ്രമമായി ഇംഹോഫ് നയതന്ത്രം ഉപയോഗിച്ചു. സമാധാന ചർച്ചകൾക്കായി മാർത്താണ്ഡവർമ്മയുമായി വ്യക്തിപരമായി കൂടിക്കാഴ്ച നടത്തി. തുടർന്നുള്ള യോഗത്തിൽ തിരുവിതാംകൂർ വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ യുദ്ധമുണ്ടാകുമെന്ന് ഇംഹോഫ് ഭീഷണിപ്പെടുത്തി. എന്നാൽ മാർത്താണ്ഡവർമ്മ ഈ ഭീഷണികളെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഡച്ചുകാർ ഈ യുദ്ധത്തിൽ തോറ്റാൽ നെതർലാൻഡും യൂറോപ്പും ഒരു ദിവസം മത്സ്യബന്ധന ബോട്ടുകളുമായി ഞാൻ ആക്രമിക്കും. ചർച്ചകൾ തകർന്നു. ഒടുവിൽ യുദ്ധം യാഥാർത്ഥ്യമായി.